ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ ഈസി പാലപ്പം മിക്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൽ തന്നെ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ അളവിൽ തന്നെ വെള്ളം മാത്രം കുറച്ചൊന്ന് കമ്മിയാക്കിയാൽ നല്ലതായിരിക്കും. കാരണം വെള്ളം അവർ പറയുന്ന ആ ഒരു അളവ് ഇതാക്കുമ്പോൾ കുറച്ച് ലൂസായി പോകുന്നുണ്ട്. അപ്പോൾ വെള്ളം മാത്രം കുറച്ച് കമ്മിയാക്കുക. എൻ്റെ മോന് അരയ്ക്കുന്ന അപ്പം, നമ്മൾ അരി അരച്ചുണ്ടാക്കില്ലേ, ആ അപ്പം വലിയ ഇഷ്ടമല്ല. പക്ഷേ ഇത് നന്നായിട്ട് കഴിക്കും. അപ്പം ഞാൻ മാക്സിമം ഇതേ വാങ്ങിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അപ്പം മിക്സ്, ആ പൗഡർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടണം. പിന്നെ വെള്ളം ഒഴിക്കണത് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് കേട്ടോ. അപ്പോഴേ അത് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതിനൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് ചെയ്യാറ്. ഇതിൻ്റെ കൂടെ ഞാൻ വെജിറ്റബിൾ സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കിയത്. നല്ല കോമ്പിനേഷൻ അത്. ചിക്കൻ സ്റ്റൂവും ബീഫ് സ്റ്റൂവും അതൊക്കെ നന്നായിട്ടുണ്ടാവും ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അല്ല, നമ്മുടെ നോർമൽ ചമ്മന്തി ആണെങ്കിലും നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാവ് അരച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റൊക്കെ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഓടണം കേട്ടോ. മാവ് അരച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ തന്നെ അത് നന്നായിട്ട് അങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ ഇതാ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആപ്പം ചുട്ടെടുക്കാം. ഈ മാവിലൊരു 10-30 ആപ്പമൊക്കെ കിട്ടും കേട്ടോ. എളുപ്പ പണിയുമാണ്, ടേസ്റ്റും കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാവ് ഒഴിക്കുക, എന്നിട്ട് ആ ചട്ടി ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുക. പൂ പോലത്തെ അപ്പം റെഡിയാവും. ഡബിൾ ഹോഴ്സിൻ്റെ പരസ്യമൊന്നും അല്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ കാണിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം റെഡി. കണ്ടില്ലേ, സോഫ്റ്റായിട്ട് ആ ഹോൾസൊക്കെ വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഇത് ചൂട്ടോടെ ആണെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കറി ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് നമുക്ക് ഇങ്ങനെ തന്നെ എടുത്തിട്ട് വെറുതെ കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.